മാജിക് അവനിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണ്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നല്ല സ്വാദുള്ള ഭക്ഷണം എവിടെ കിട്ടുന്നു, ഏത് കടയിലാണ് ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റീസ് ഉള്ളത്, ഏറ്റവും നാടനായിട്ടുള്ള വിഭവങ്ങൾ ഏത് കടയിൽ കിട്ടും. ഒരു 5 സ്റ്റാർ തന്നെ വേണമെന്നല്ലോ, ചെറിയൊരു തട്ടുകടയിലാണെങ്കിലും ചിലപ്പോൾ വളരെ രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തേടിപ്പോകുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെന്താ പറയുക, എന്തൊക്കെ കഴിക്കാം, കഴിക്കാതിരിക്കാം, അതായത് ആരോഗ്യപരമായ ഭക്ഷണം എന്താണ്, ഇപ്പോൾ കൊളസ്ട്രോൾ ഫ്രീ എങ്ങനെ ഉള്ള ആഹാരം കഴിച്ചാൽ ശരിയാകും, പിന്നെ എന്തൊക്കെ കുറയ്ക്കണം, കൂട്ടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലോ, ഇപ്പോൾ ബീഫ് ബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഭക്ഷണത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ മാട്ടിറച്ചി കഴിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച, കഴിക്കാമെന്നും കഴിക്കാൻ പാടില്ല എന്നുള്ള 2 തരം വിവാദങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എങ്കിലും ഒരിക്കലും വിവാദത്തിൽ പെടാത്തൊരു കാര്യമുണ്ട്, അതായത് നമ്മളുടെ മത്സ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലതാണ്, ആരോഗ്യപരമാണ്, ഒരിക്കലും വരുന്നില്ല. അപ്പോൾ ഏറ്റവും ഹെൽത്തി ഫുഡിൻ്റെ കൂട്ടത്തിൽ മത്സ്യത്തിനെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായില്ലേ, ഇന്നത്തെ നമ്മുടെ വിഭവം മത്സ്യമാണ്. അപ്പോൾ ഫിഷ് കൊണ്ടുള്ളൊരു വിഭവം, പക്ഷേ ഇത് ഇച്ചിരി വലിയ മീൻ കൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് ദശക്കട്ടിയുള്ള മീൻ, കൂടിയ മീനെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, ദശക്കട്ടിയുള്ള ഒരുപാട് മുള്ളൊന്നും ഇല്ലാത്ത മീനായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ദശക്കട്ടിയുള്ള മീൻ കൊണ്ട് തയ്യാറാക്കുന്ന പെപ്പർ മസാല, അതും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നല്ല എന്താ പറയുക, വലിയ ഹോട്ടൽസിൽ പോയാൽ മെനു കാർഡിലുള്ളൊരു കാര്യമാണ് ഫിഷ് പെപ്പർ മസാല. അത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഫിഷ് പെപ്പർ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദശക്കട്ടിയുള്ള മത്സ്യം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത് 1/2 കിലോ. ഇനി മാരിനേഷന് വേണ്ട ചേരുവകൾ: കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ. ഇനി ഗ്രേവിക്ക് വേണ്ട ചേരുവകൾ: എണ്ണ 4 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 20 എണ്ണം നീളത്തിലരിഞ്ഞത്, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം 2ആയി പിളർന്നത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ 2 ഇടത്തരം അരച്ചെടുത്തത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില പാകത്തിന്, കറിവേപ്പില ആവശ്യാനുസരണം, മീനിൻ്റെ സ്റ്റോക്ക് അഥവാ ഫിഷ് സ്റ്റോക്ക് 1/2 കപ്പ്. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ ഫിഷ് പെപ്പർ മസാല തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്, ദശക്കട്ടിയുള്ള മീൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഒരു 1/2 കിലോ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് മാരിനേഷന് വേണ്ട കാര്യങ്ങൾ, അതായത് മീനിൽ പുരട്ടി കുറച്ച് നേരം വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഷാലോ ഫ്രൈ, അതായത് ചെറുതായിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട്, ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ലൈറ്റായിട്ട് വളരെ ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് 1 ടീസ്പൂൺ, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെന്താ വേണ്ടത്, ഒരല്പം ഉപ്പ്, ഈ ആവശ്യത്തിനുള്ള ഇത് ഇത്രയും കാര്യങ്ങൾ മീനിൽ പിടിക്കാനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീനിനെ ഒന്ന് സീൽ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു മാരിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ മസാലകളെല്ലാം ഇപ്പോൾ ചേർക്കുന്ന ഈ 3 കാര്യങ്ങളും മീനിൽ ഒന്ന് നന്നായിട്ട് പിടിച്ച് അതിൻ്റെ ജ്യൂസിൻ്റെ കൂടെ ഒന്ന് ചേർന്നിരിക്കാനാണ് ചെയ്യുന്നത്. സീലിംഗ് ആണ് ഉദ്ദേശം, നന്നായിട്ടൊന്ന് അതിൽ പിടിപ്പിക്കുക. ചതുര കഷ്ണങ്ങളായി അരിഞ്ഞ മത്സ്യവുമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് പീസസ് ആയിട്ട് മുറിച്ചാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ എന്താ പറയുക, സ്ക്വയറായിട്ട് മുറിക്കുന്നതാണ്. കുറച്ചുകൂടി ഉള്ളിലേക്ക് കാര്യങ്ങൾ പിടിക്കാനും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നും. കാണാനൊരു പക്ഷേ ലുക്ക് കുറച്ചുകൂടെ നല്ലത് എന്താണ്, വലിയൊരു വട്ടത്തിനുള്ള പീസായിരിക്കും. പക്ഷേ ഇത് കുറച്ചുകൂടെ സ്വാദ് കൂടും. അകത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഓക്കെ, മീനിൻ്റെ കഷ്ണങ്ങൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് നേരം കഴിയട്ടെ, ഒരു 10-15 മിനിറ്റ് സമയം തരിക. അത്രയും സമയം നമ്മളുടെ മീനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം, മസാല. ഇപ്പോൾ 10-15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മീൻ നന്നായിട്ട് മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുവാണ്. ഇനി എന്താണ് വേണ്ടത്, ഇനി നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, അതായത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പരന്ന ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ചിലപ്പോൾ ധാരാളം മതിയാകും. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ ഇത് നമ്മളെല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും
ഒരു 1/4 ടീസ്പൂണും ഒരല്പം കൂടി വേണമെങ്കിലും ആകാം മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ്. 15 മിനിറ്റ് സമയം മാറ്റി വെച്ചു. ഓക്കെ, നമ്മളുടെ മീനൊന്ന് ഒരു സൈഡ് ലൈറ്റ് ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ഒരു വളരെ ചെറിയ ഒരു ഇളം ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിടും. അപ്പുറവും ഇപ്പുറവും 2 സൈഡ്. എന്നിട്ട് നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റും. ഇപ്പോൾ ഒരു സൈഡ് പാകത്തിന് മൂത്തിട്ടുണ്ടാവും, നമുക്ക് തിരിച്ചിടാം. ഒരു സൈഡ് പാകത്തിന് മൂത്തു. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടു. ഇനിയിപ്പോൾ മറു സൈഡും കൂടി അതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകണം. അത് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിൽ നിന്നും മാറ്റും. അപ്പോൾ നമ്മളുടെ മീനിൻ്റെ പീസസ് എല്ലാം പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും മാറ്റും. എല്ലാ കഷ്ണങ്ങളും മാറ്റിയെടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് എണ്ണയിൽ ഞാൻ ഒഴിച്ചോളൂ, 2 ടേബിൾ സ്പൂൺ. ആ എണ്ണ അതുപോലെ തന്നെ ഉണ്ട്. നോക്കൂ, അതിൽ കുറച്ച് മീനിൻ്റെ സത്തെല്ലാം ഇറങ്ങി അതിൻ്റെ എന്താ പറയുക, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇറങ്ങിയ എണ്ണയാണ്. ഇത് കളയേണ്ട ആവശ്യമില്ല. നമ്മളിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ ഈ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ബാക്കി ഫ്രഷ് എണ്ണ ഒഴിക്കാം. അപ്പോൾ ആ ഒരു മീനിൻ്റെ സ്വാദും കൂടി കിട്ടും. അപ്പോൾ മറ്റൊരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചു. ഇനി മീൻ വറുത്ത എണ്ണയുടെ ബാക്കി അതല്പം 1 ടേബിൾ സ്പൂണോളം വരും. 1 ടേബിൾ സ്പൂൺ ഈ മീനിലെല്ലാം പിടിച്ചു പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് മീനിൽ തന്നെ ഉണ്ടല്ലോ. ഇനി നമ്മൾ ഫ്രഷ് എണ്ണ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ മാക്സിമം, അതായത് മസാലയ്ക്ക് വഴറ്റാൻ ആവശ്യമായ എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കുക. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 3 ടേബിൾ സ്പൂൺ ആകും. ഇപ്പോൾ നമ്മളുടെ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ ചേർക്കും. അതിനോടൊപ്പം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെന്താ വേണ്ടത്, പച്ചമുളക്. ഇത് 2 പച്ചമുളകാണ്. കുറച്ച് നീളമുള്ള പച്ചമുളകായിരുന്നു. അതുകൊണ്ട് ഞാൻ നെടുകെ ഒന്ന് മുറിച്ചിട്ട് വീണ്ടും ഒന്ന് കുറുകെ മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പീസസ് ഉള്ളതുപോലെ തോന്നുന്നത്. പക്ഷേ 2 പച്ചമുളകേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നിറം മാറി തുടങ്ങി. ഇനി മാറാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മളിനി ചെറിയ ഉള്ളി ചേർക്കുന്നു. ഇനി എന്താ, ചെറിയ ഉള്ളിയും അതിനോടൊപ്പം സവാള. അപ്പോൾ ഒരു 20 ചെറിയ ഉള്ളിയുണ്ട് നീളത്തിലരിഞ്ഞത്. ഒരുപാട് കനം കുറഞ്ഞ കഷ്ണം ആക്കണമെന്നില്ല. ഒരു ഉള്ളിയെ 2-3 പീസായിട്ട് ഇങ്ങനെ നീളത്തിലരിഞ്ഞാൽ മതി. അതിനോടൊപ്പം നമ്മൾ സവാള 2 ചെറുതായി അരിഞ്ഞത്. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് മൂത്ത് വരണം. അത് പാകത്തിന് ഒരു കളറൊക്കെ മാറി കുഴഞ്ഞ രൂപത്തിലേക്ക് മാറണം. അതുവരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നമ്മുടെ സവാള, ചെറിയ ഉള്ളി എല്ലാം പാകത്തിന് മൂത്തിട്ടുണ്ട്. അതിൻ്റെ കൂടൊപ്പം തന്നെ നമ്മളുടെ പച്ചമുളക് 2, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നെന്താ 2 സവാള, ഒരു 20 ചെറിയ ഉള്ളി. എല്ലാം ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കൂ, ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞില്ലേ. അതിങ്ങനെ ചുരുങ്ങി കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. ഇനി എന്താ വേണ്ടത്, തീ ഒരല്പം കുറച്ചിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. പിന്നെന്താ, പിന്നെ ഒരു പ്രധാന ചേരുവ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാൻ പോകും. ഇനി വേണ്ടത് കുരുമുളക് പൊടി. അപ്പോൾ ഇത് പെപ്പർ മസാലയാണ്, ഫിഷ് പെപ്പർ മസാല. അപ്പോൾ എന്താ വേണ്ടത്, കുരുമുളകിൻ്റെ സ്വാദ് തന്നെയാണല്ലോ മുന്നിട്ട് വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ്. ഒരല്പം കുരുമുളക് പൊടി നമ്മുടെ മീൻ കഷ്ണങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ വറുക്കാൻ സമയം 1 ടീസ്പൂൺ ഉപയോഗിച്ചിരുന്നു. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ അതിലും കുറച്ചുകൂടി ആകാം. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. ഇച്ചിരൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ
1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയും മറ്റ് ചേരുവകളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മല്ലിപ്പൊടിയുടെയും ഒക്കെ പച്ച മണം പെട്ടെന്ന് തന്നെ മാറും, പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇതിപ്പോൾ നല്ലൊരു കുരുമുളകിൻ്റെ മണം വരുന്നുണ്ട്. അടുത്തത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ. ഇത് 2 ഇടത്തരം ടൊമാറ്റോ പ്യൂറി ചെയ്താണ്. പ്യൂറി ചെയ്യാന്ന് വെച്ചാൽ കഷ്ണങ്ങളായി മുറിച്ചിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്, നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ. അതും ചേർക്കും. അപ്പോൾ ഇപ്പോൾ നല്ല മണമാണ്, നല്ലൊരു മണം വരുന്നു. അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ പ്യൂറി അഥവാ ടൊമാറ്റോ അരച്ചത്. ഇനി ടൊമാറ്റോയുടെ ഒരു പച്ച സ്വാദും പച്ചമണവും ഒക്കെ മാറണ്ടേ, അത്രയും സമയം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിയുന്ന ഒരു പാകമാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ ടൊമാറ്റോയും പാകത്തിന് മൂത്ത് കഴിഞ്ഞു, അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി. ഇപ്പം നല്ല മൂത്ത മണം വീണ്ടും വരുന്നുണ്ട്. ടൊമാറ്റോ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ടൊമാറ്റോയുടെ പച്ചച്ചുവ മാറി, എണ്ണ തെളിഞ്ഞു, നല്ല മസാലയുടെ മണം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. മീനിൽ ഒരല്പം ഉപ്പ് പുരട്ടിയിട്ടാണ് നമ്മൾ വറുത്തിരിക്കുന്നത്, അതുകൊണ്ട് നോക്കിയിട്ട്. ഗ്രേവിയിൽ എന്തായാലും ഉപ്പ് വേണമല്ലോ, കുറച്ച് ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മീനിൻ്റെ സ്റ്റോക്ക്. ഇതിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വെള്ളം, സാധാരണ വെള്ളം 1.5 കപ്പ്. ഇനി നല്ലൊരു തിള വരട്ടെ. തിള വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് എന്താ ചെയ്യുക, വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ നിരത്തി കൊടുക്കും. അപ്പോൾ എന്തായാലും ഒന്ന് തിളക്കട്ടെ ഗ്രേവി. അങ്ങനെ നമ്മളുടെ ഫിഷ് പെപ്പർ മസാല ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചൊരു 7-8 മിനിറ്റായിട്ട് ഇങ്ങനെ മീനിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ ഗ്രേവിയിൽ കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ ഇടത്തരം തീയിലേക്ക് മാറ്റി ഞാൻ ഇടയ്ക്ക്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവി തിക്കാണ്, കണ്ടില്ലേ, നല്ല കൊഴുപ്പൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ രീതിയിൽ വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിനെ കുറച്ചുകൂടി നന്നാക്കാൻ എന്താ ചെയ്യുക, കുറച്ചുകൂടി റിച്ച് ആക്കാനായിട്ട് അതിനാണ് നമ്മൾ കുറച്ച് കാഷ്യൂ പേസ്റ്റ് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പ് അരച്ചത്. അണ്ടിപ്പരിപ്പ് ഒരു 25 മുതൽ 30 ഗ്രാം വരെയോ 50 ഗ്രാം വരെ ആയാലും കുഴപ്പമൊന്നുമില്ല, അത്ര വേണമെന്നില്ല. ഒരു എന്താ പറയുക, ഒരു 25 ഗ്രാമോ ഒരല്പം കൂടി വേണമെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒരു 1/2 കപ്പ് വെള്ളത്തോടു കൂടി അരച്ചെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ കിട്ടും. അങ്ങനെ കാഷ്യൂ പേസ്റ്റും കൂടി ഞാൻ ഒഴിക്കുകയാണ്. അണ്ടിപ്പരിപ്പ് അരച്ചതും ചേർത്തു. ഇനി ഇത് കുറച്ചുകൂടി കുറുകി ഒരു എന്താ പറയുക, നല്ല ക്രീമി ആയിട്ട് മാറും. അതിൻ്റെ നിറം തന്നെ കുറച്ചുകൂടെ മാറിയത് കണ്ടു, കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ളൊരു ഷെയ്ഡായി കഴിഞ്ഞു. ഇപ്പം കണ്ടു കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു, ഇപ്പം നല്ല ഒരു കുറുകിയ ഒരു ഗ്രേവിയോടുകൂടി, നല്ല എന്താ പറയുക, ക്രീമി ഗ്രേവിയോടുകൂടി, നല്ല കൊഴുത്ത അരപ്പോട് കൂടിയുള്ള ഫിഷ് പെപ്പർ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ചെറിയ തിള വന്നാൽ മതി. അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് കുറുകി കിട്ടും. ചെറിയ തീയിലേക്ക് മാറ്റാം. എന്നിട്ട് ധാരാളമായിട്ട് മല്ലിയിലയും ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ള കോറിയൻഡർ ലീവ്സ്, അതായത് മല്ലിയില അരിഞ്ഞത്. അങ്ങനെ നമ്മളുടെ മീൻ പെപ്പർ മസാല, മീൻ കുരുമുളക് മസാല, ഫിഷ് പെപ്പർ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു തിള വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫിഷ് പെപ്പർ മസാല ഞാൻ വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ ഗ്രേവി കണ്ടല്ലോ, നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് നമ്മുടെ മീനിനുള്ളത്. അപ്പോൾ ഒരു മുന്തിയ ഹോട്ടൽ, ഒരു 5 സ്റ്റാറിലോ ഒരു 3 സ്റ്റാറിലോ അല്ലെങ്കിൽ കൂടിയ ഒരു റെസ്റ്റോറൻറ്റിലോ പോയി സാധാരണ നമ്മൾ ഓർഡർ ചെയ്യുന്നൊരു കാര്യമാണ് ഫിഷ് മസാല, പെപ്പർ മസാല, ഇങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങൾ. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു വിഭവം നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വളരെ വലുതാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു വീട്ടമ്മയ്ക്ക് അത് തയ്യാറാക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തിയാണത്. ഇത് ആപ്പം, പിന്നെന്താ പൊറോട്ടാസ് അല്ലെങ്കിൽ ചപ്പാത്തീസ്, ഈവൻ ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ഇടിയപ്പം, എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം.